എല്ലാവർക്കും ടാലന്റ് ഹണ്ടിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഒരു വീഡിയോയിൽ 7 ആക്ടിവിറ്റികളും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായും കാണാൻ ഓരോ ആക്ടിവിറ്റികളും മനസ്സിലാക്കി എന്ന് ഉറപ്പുവരുത്തുക. നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇവിടെ തന്നിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഇതേ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ നോക്കാം. ഹൗ ക്യാൻ യു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓൺ ദിസ് മാപ്പ് ഹാങ്ങിങ് ഓൺ ദി വാൾ? മതിൽമേൽ തൂക്കിയിട്ടിരിക്കുന്ന ഈ ഒരു മാപ്പിൻ്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കാണാനായിട്ട് സാധിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു മാപ്പ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കാണാം മുകളിലേക്ക് നോർത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടോപ്പ് ഭാഗത്ത് എന്ത് എഴുതാം? നോർത്ത് എന്ന് എഴുതാവുന്നതാണ് അല്ലേ. ഇനി ബോട്ടം താഴത്തെ എന്തായിരിക്കും? നമുക്കറിയാം നോർത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താ വരിക? സൗത്ത് ആയിരിക്കും വരിക. അതിനുശേഷം റൈറ്റ് ഭാഗത്ത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ഭാഗത്ത് വരുന്നത് വെസ്റ്റാണ്. വെസ്റ്റാണ്. ലെഫ്റ്റ് ഭാഗത്ത് വരുന്നത് ഈസ്റ്റാണ്. ഡയറക്ഷൻ എങ്ങനെ കണ്ടെത്തുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മാപ്പിൽ എപ്പോഴും സൈൻ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഏതൊരു മാപ്പിലാണെങ്കിലും ഒരു ഡയറക്ഷനെങ്കിലും കാണിക്കും. ഈ ഒരു മാപ്പിൽ നോർത്ത് ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. നോർത്ത് കണ്ടെത്തിയാൽ നമുക്ക് വേഗം മനസ്സിലാക്കാം. നോർത്തിൻ്റെ താഴെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് സൗത്ത് ആയിരിക്കും. പിന്നെ അതിൻ്റെ റൈറ്റ് ഭാഗത്ത് വെസ്റ്റും പിന്നെ അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഈസ്റ്റും ആയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ, നെയിം എ ഡിവൈസ് യൂസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ. നമ്മൾ ദിശ കണ്ടെത്താനായിട്ട് ഡയറക്ഷൻ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതേതാണ്? കോമ്പസ് ആണ്. മറൈൻ കോമ്പസ് എന്നൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? കോമ്പസ് ആണ് നമ്മൾ ദിശ കണ്ടെത്താനായി ഉപയോഗിക്കുന്ന ഉപകരണം. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി തന്നെയാണിത്. ഫിൽ ഇൻ ദ മിസ്സിംഗ് പാർട്സ്. അതായത് ഇവിടെ നമുക്ക് ഇലക്ഷൻ്റെ വേരിയസ് സ്റ്റേജസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാഠം നമ്മൾ നമ്മുടെ ചാനലിലൂടെ വളരെ വ്യക്തമായി പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇലക്ഷൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. സോ നമുക്ക് ഓരോ ഘട്ടങ്ങളും നോക്കാം. അപ്പോയിൻമെൻറ്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ്, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറത്തുവിടൽ. നോട്ടിഫിക്കേഷൻ പുറത്തുവിടും. ആൻഡ് തേർഡ് വണ്ണാണ് ഇനി നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. തേർഡ് വൺ എന്താണ് അവിടെ വരുന്നത്? ഫില്ലിംഗ് ഓഫ് നോമിനേഷൻസ് ആണ്. അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ. ആൻഡ് അടുത്തത് വരുന്നത് സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ. അതായത് നമ്മൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചല്ലോ, അതിൻ്റെ സൂക്ഷ്മ പരിശോധന, സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ. അടുത്തത് വരുന്നത് വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കലാണ്. അടുത്തത് ഇലക്ഷൻ ക്യാമ്പയിനാണ്, തിരഞ്ഞെടുപ്പ് പ്രചരണം. ഇനി വരുന്നത് എന്താണ്? വോട്ടിംഗ് ആണ്. തിരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് വോട്ടിംഗ് ആണ്, വോട്ടെടുപ്പ്. അവസാനമായി വരുന്നത് കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഈ ഒരു ടേബിൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഇലക്ഷൻ ഓഫീസേഴ്സ്, ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, സബ്മിഷൻ ഓഫ് നോമിനേഷൻ, സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ, ഇലക്ഷൻ ക്യാമ്പയിൻ, പോളിംഗ്, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. ഓക്കെ, പോളിംഗിന് പകരം നിങ്ങൾ വോട്ടിംഗ് എന്ന് പറഞ്ഞാലൊന്നും പ്രശ്നമില്ല കേട്ടോ. ഇതിന് താഴെയായിട്ട് നമുക്ക് ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ഇൻ 3 ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ. ഇലക്ഷൻ്റെ 3 ഫംഗ്ഷനുകൾ എഴുതാനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത് ഫോംസ് ഗവൺമെൻറ്റിനെ രൂപപ്പെടുത്തുന്നു. പ്രൊവൈഡ്സ് റെപ്രസെൻറ്റേഷൻ ടു ഓൾ, എല്ലാവർക്കും പ്രതിനിധീകരിക്കാനുള്ള അവസരം കൊടുക്കുന്നു. ഡെവലപ്പ് ലീഡർമാരെ വളർത്തിയെടുക്കുന്നു. ഇതോടൊപ്പം നമ്മൾ 6 ഫങ്ഷൻസാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഗവൺമെൻറ്റ്സ് ആർ ഫോംഡ്, ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നു. അടുത്തത് ഓൾ ആർ റെപ്രസെൻറ്റഡ്, എല്ലാവർക്കും പ്രാതിനിധ്യം ലഭിക്കുന്നു. റൂളേഴ്സ് ആർ മോൾഡഡ്, ഭരണകർത്താക്കളെ റൂളർമാർ ലീഡേഴ്സിനെ നമ്മൾ വളർത്തിയെടുക്കുന്നു. സ്ട്രെങ്തൻ ഡെമോക്രസി, നമ്മുടെ ജനാധിപത്യം ഡെമോക്രസി ഉണ്ടല്ലോ അത് ശക്തിപ്പെടുത്തുന്നു. ലാസ്റ്റ് വൺ, എഡ്യൂക്കേറ്റ്സ് വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഈ 6 ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വേരിയസ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ആക്ടിവിറ്റി 3യിലേക്ക് പോവാം. ആക്ടിവിറ്റി 3 നോക്കൂ. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ദാറ്റ് ഷോ സം ഓഫ് ദി ചേഞ്ചസ് ദാറ്റ് ഇൻവെൻഷൻ ഓഫ് വീൽ ബ്രോട്ട് ടു ഹ്യൂമൻ ലൈഫ്. നമ്മൾ ചക്രങ്ങളെ കണ്ടുപിടിച്ചതിലൂടെ മനുഷ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ 2 ചിത്രങ്ങളും. എ ക്വസ്റ്റ്യൻ, വാട്ട് അതർ ചേഞ്ചസ് ഹാവ് എക്കോർഡ് ഇൻ ഹ്യൂമൻ ലൈഫ് വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് വീൽ. വീല് കണ്ടുപിടിച്ചതിലൂടെ മറ്റെന്തെല്ലാം മാറ്റങ്ങളാണ്
മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. പ്രിപ്പയർ എ നോട്ട്, ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഒരു കുറിപ്പ് തയ്യാറാക്കാൻ. നമുക്ക് എഴുതി നോക്കാം. ദ ഇൻവെൻഷൻ ഓഫ് വീൽ വിച്ച് ചേഞ്ച്ഡ് ദ ലീവ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ചക്രം കണ്ടുപിടിച്ചതിലൂടെ അത് മനുഷ്യന്മാരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. ഡിഡ് നോട്ട് ഹാപ്പൺ ഇൻ എ സിംഗിൾ ഡേ, അതൊരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല. റിയലൈസിങ് ദാറ്റ് റോളിംഗ് ഒബ്ജക്ട്സ് ഓൺ എ റൗണ്ടഡ് വുഡൻ ലോഗ് വുഡ് മേക്ക് ഇറ്റ് ഈസിയർ ടു ക്യാരി, പീപ്പിൾ മെയ്ഡ് വീൽസ് ബൈ മേക്കിംഗ് ദ ലോഗ്സ് സ്മോളർ ആൻഡ് സ്മോളർ. അവർക്ക് മനസ്സിലായി ഉരുണ്ട ഒബ്ജക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ക്യാരി ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ലോഗ്സൊക്കെ ഉപയോഗിച്ചിട്ട് മരത്തടികളൊക്കെ ചെറുതാക്കി റോളിംഗ് ഒബ്ജക്ട്സ് ആക്കി മാറ്റി. ഏർലിയർ ബോത്ത് ഹ്യൂമൻ ഡ്രോൺ ആൻഡ് ആനിമൽസ് ഡ്രോൺ വീൽഡ് കാർട്സ് വർ യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഗതാഗതം, യാത്രയുമായി സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ അവരെന്ത് ഉപയോഗിക്കാനായി തുടങ്ങി? വീൽഡ് കാർട്സ്, ചക്രങ്ങളിലുള്ള വണ്ടികൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, മനുഷ്യന്മാർ ചുമന്ന് പോയ ചക്രവണ്ടികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ മൃഗങ്ങൾ ചുമന്ന് പോകുന്ന ചക്രവണ്ടികളുണ്ടായിരുന്നു. സച്ച് വീൽഡ് കാർട്സ് വർ യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ് ആൻഡ് ഫോർ മൂവിങ് ഹ്യൂമൻസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. എന്തിനെല്ലാമായിരുന്നു അവർ ഈ ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നത്? ഒന്നാമതായിട്ട് വസ്തുക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറ്റം ചെയ്യുവാനും പിന്നെ മനുഷ്യന്മാർക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനായിരുന്നു അവർ ചക്രങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ 4 അഡ്വാൻറ്റേജസും കൂടി എഴുതാം. ട്രാവൽ ബിക്കം ഫാസ്റ്റർ, ട്രാവൽ ഫാസ്റ്ററായിട്ട് നടന്നുകൊണ്ടിരുന്നു. ലോങ്ങർ ഡിസ്റ്റൻസ് കുഡ് ബി കവേർഡ്, നമുക്ക് വലിയ ദൂരങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട് പറ്റി. ലെസ് വർക്ക് ലോഡ്, നമ്മൾ ചുമന്ന് പോകുന്നതിനേക്കാൾ നമുക്ക് എളുപ്പമായി ഈ വീൽഡ് കാർട്ടിലൊക്കെ നമ്മുടെ വസ്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ലോഡ് കുറഞ്ഞു. മോർ ഗുഡ്സ് കുഡ് ബി ക്യാരീഡ്, നമുക്ക് ഒരുപാട് ചരക്കുകൾ കയറ്റി അയക്കാനൊക്കെ നമുക്ക് പറ്റും അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ലിസ്റ്റ് ദ 3 മേജർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് വി യൂസ് ടുഡേ ആൻഡ് ഗീവ് എക്സാമ്പിൾസ് ഓഫ് ഈച്ച്. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന 3 തരത്തിലുള്ള ഗതാഗത മാർഗ്ഗങ്ങൾ എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്, എയർ ട്രാൻസ്പോർട്ട്. ഇത് 3 എന്താണ്? ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ലാൻഡ് ട്രാൻസ്പോർട്ടിന് എക്സാമ്പിളാണ് റോഡ് ട്രാൻസ്പോർട്ട്. വാട്ടർ ട്രാൻസ്പോർട്ടിന് എക്സാമ്പിളാണ് സീ ട്രാൻസ്പോർട്ട്. എയർ ട്രാൻസ്പോർട്ടിന് എക്സാമ്പിളാണ് നാഷണൽ എയർ ട്രാൻസ്പോർട്ട്. ഇക്കാര്യം നിങ്ങൾ എഴുതി വെക്കുക. സി ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഇൻ ദി വേൾഡ്? നമ്മുടെ ലോകത്ത് തന്നെ 2ാമത്തെ ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ഉള്ള രാജ്യം ഏതാണ്? ആൻസർ ഏതാ വരുന്നത്? ഇന്ത്യയാണ് വരുന്നത്. ഓക്കെ, ചൈന, ഇന്ത്യ, ഇംഗ്ലണ്ട്, ജർമ്മനി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്, ഇത് മറക്കരുത്. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇവിടെ നമുക്ക് ഡെമോക്രസീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചില വാക്കുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അത് നമുക്ക് പൂരിപ്പിക്കണം. ഫസ്റ്റ് വരുന്നത് ദ സുപ്രീം പവർ ബിലോങ്സ് ടു ദി ഡാഷ്. ഇവിടെ വരുന്നത് എന്താണ്? ദ സുപ്രീം പവർ ബിലോങ്സ് ടു ദി പീപ്പിൾ എന്നാണ് വരുന്നത്. സെക്കൻഡ് വൺ, ദ റൂൾ ഓഫ് ലോ എൻഷ്യൂർസ് ഡാഷ് ബിഫോർ ലോ. സെക്കൻഡ് വൺ വരുന്നത് ഇക്വാളിറ്റിയാണ്. അടുത്തത് ഫ്രീ ആൻഡ് ഫെയർ ഡാഷ്. അവിടെ വരുന്നത് എന്താണ്? ഇലക്ഷനാണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. നെക്സ്റ്റ്, ഡാഷ് മീഡിയ ദാറ്റ് ഹെൽപ്പ് ടു കണക്ട് ദ പീപ്പിൾ ആൻഡ് ദി ഗവൺമെൻറ്. ഇൻഡിപെൻഡൻറ്റ് മീഡിയ എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, ഒപ്പോസിഷൻ എന്നാണ് വരുന്നത്. ഒപ്പോസിഷൻ ഹെൽപ്പിംഗ് ആൻഡ് ഇംപ്രൂവിങ് ദ ഗവൺമെൻറ് ത്രൂ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഇത് നമുക്ക് വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ജനാധിപത്യത്തിൻ്റെ സവിശേഷതകൾ. ഒന്നാമതായിട്ട് വരുന്നത് ദ സുപ്രീം പവർ ബിലോങ്സ് ടു ദ പീപ്പിൾ. ജനാധിപത്യത്തിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കാണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, സ്വാതന്ത്ര്യം, നീതിപൂർണവുമായ തെരഞ്ഞെടുപ്പ്. ആൻഡ് ഒപ്പോസിഷൻ ഹെൽപ്പിംഗ് ആൻഡ് ഇംപ്രൂവിങ് ദി ഗവൺമെൻറ് ത്രൂ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഒപ്പോസിഷൻ പാർട്ടി എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? പ്രതിപക്ഷ പാർട്ടി, പ്രതിപക്ഷ നേതാക്കൾ എന്നൊക്കെ. ഗവൺമെൻറ്റിനെ വിമർശനങ്ങളിലൂടെ, അതായത് അവരുടെ ട്രോളുക എന്നൊക്കെ പറയില്ല, അതുപോലെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് പ്രതിപക്ഷം. ദ റൂൾ ഓഫ് ലോ എൻഷ്യൂർസ് ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യ അവകാശമാണ്. പണക്കാർ, പാവപ്പെട്ടവർ അങ്ങനെയൊന്നുമില്ല. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യതയാണ്. അടുത്തത് ഇൻഡിപെൻഡൻറ്റ് മീഡിയ ദാറ്റ് ഹെൽപ്പ് ടു കണക്ട് ദ പീപ്പിൾ ആൻഡ് ഗവൺമെൻറ്. ജനങ്ങളെയും ഭരണകൂടത്തെയും ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നത് എന്താണ്? സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെയല്ലേ നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത്. അടുത്തത് ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇക്കാര്യം നിങ്ങൾ വളരെ വ്യക്തമായി പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം.
ഈ ആക്ടിവിറ്റി 5 ആണ്. ദ പിക്ചർ ഷോസ് വൺ ഓഫ് ദി മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് കിങ്സ് ഇൻ ഏൻഷ്യൻ ടൈംസ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജ് ടു ദ പബ്ലിക്. അതായത് ജനങ്ങൾക്ക് രാജാവിൻ്റെ കൽപ്പനകളും അതുപോലെ തന്നെ ഓർഡേഴ്സൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മാർഗ്ഗമാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. വാട്ട് ആർ മെത്തേഡ്സ് യൂസ്ഡ് ബൈ ഏർലി ഹ്യൂമൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ്? പണ്ട് കാല മനുഷ്യരുണ്ട് അവരുടെ ഐഡിയകളൊക്കെ കൺവേ ചെയ്യാനും മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ബോഡി ഫേഷ്യൽ മൂമെൻറ്റ്സ് ആണ്. ആൻഡ് ഫയർ ആൻഡ് സ്മോക്ക്, സിമ്പിൾസ് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് അവർ മറ്റുള്ളവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഫയർ ആൻഡ് സ്മോക്ക്, തീ കത്തിക്കുന്നതിലൂടെയൊക്കെ അവരെന്ത് ചെയ്തു, മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്തി. ആൻഡ് ബോഡി ഫേഷ്യൽ മൂവ്മെൻറ്റ്സ്, ഇക്കാര്യം ഓർത്ത് വെക്കുക. ഇതിലെ ബി ക്വസ്റ്റ്യൻ ആണ്. ദ സ്ക്രിപ്റ്റ് ഡെവലപ്ഡ് ബൈ സുമേറിയൻസ് ഇസ് നോൺ ആസ്. സുമേറിയക്കാരുടെ സ്ക്രിപ്റ്റ്, അതിനെ നമ്മൾ എന്താണ് പറയാറുള്ളത്? ഹൈറോഗ്ലിഫിക്സ്, ക്യൂണിഫോം, സാൻസ്ക്രിത്, ചൈനീസ്. ആൻസർ വരുന്നത് ക്യൂണിഫോം ആണ്. ദ സ്ക്രിപ്റ്റ് ഡെവലപ്ഡ് ബൈ സുമേറിയൻസ് ഇസ് നോൺ ആസ് ക്യൂണിഫോം. വാട്ട് ആർ ദി മെത്തേഡ്സ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് ന്യൂസ് ആൻഡ് മെസ്സേജസ് ഇൻ മോഡേൺ ടൈംസ്? നമ്മുടെ ഇപ്പോൾ ഉള്ള കാലത്ത് നമുക്ക് ഒരു കാര്യം മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവരുമായിട്ട് ആശയവിനിമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്? ഒന്നാമതായിട്ട് ഫോണുണ്ട്, ലെറ്റർ കൊടുക്കാം, ടെലിവിഷൻ വഴി അല്ലേ, TV വഴി നമുക്ക് മറ്റുള്ളവരിലേക്ക് ന്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കാം. ഓൺലൈൻ സിസ്റ്റം, ഒരുപാട് ഓൺലൈൻ സിസ്റ്റം ഉണ്ട്. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം പോലുള്ള ഒരുപാട് ഓൺലൈൻ സിസ്റ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ്, ഈ കാര്യങ്ങളിലൂടെയെല്ലാം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ കാലത്ത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയാണ്. ഇവിടെ നമുക്ക് ഇന്ത്യയുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദി പിക്ചർ ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദി ക്വസ്റ്റ്യൻസ്. ഈ ചിത്രം നന്നായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ദ സീ ടു ദ ഈസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്തുള്ള കടൽ ഏതാണ്? ദ ബേ ഓഫ് ബംഗാളാണ് അതിന് ആൻസറായിട്ട് വരുന്നത്. ഇതേ ക്വസ്റ്റ്യന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. സോ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ആക്ടിവിറ്റികളും നോക്കുക. അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കാം. ദ സീ ടു ദ വെസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തുള്ള സീ ഏതാണ്? ദ അറേബ്യൻ സീ ആണ്. സോ ഈസ്റ്റ് ഭാഗത്തെ ബേ ഓഫ് ബംഗാളും വെസ്റ്റ് ഭാഗത്ത് അറേബ്യൻ സീയുമാണ്. ഈ നെയ്ബറിങ് കൺട്രി ടു ദ സൗത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സൗത്ത് ഭാഗത്തുള്ള നെയ്ബറിങ് കൺട്രി ഏതാണ്? അയൽ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ്. ദ സദേൺ മോസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സൗതേൺ ഭാഗത്തുള്ള യൂണിയൻ ടെറിട്ടറി ഏതാണ്? മാഹി. ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ഇസ് അരുണാചൽ പ്രദേശ് ലൊക്കേറ്റഡ്? ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് അരുണാചൽ പ്രദേശ് ഉള്ളത്? അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനം വരുന്നത് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്? നോർത്ത് ഈസ്റ്റേൺ പാർട്ടിലാണ് വരുന്നത്. ഇനി നമ്മുടെ അവസാന ആക്ടിവിറ്റിയാണ് ഒബ്സർവ് ദ ഔട്ട്ലൈൻ ഓഫ് എ വില്ലേജ് പഞ്ചായത്ത് ഇൻ കേരള. കേരളയിലെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ചിത്രമാണ്. അതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഫൈൻഡ് ഔട്ട് വാട്ട് ദി ഗിവൺ ഇൻഡിസസ് ഇൻഡിക്കേറ്റ് ഓൺ ദി മാപ്പ്. തന്നിരിക്കുന്ന ചിഹ്നങ്ങൾ എന്തിനെല്ലാം സൂചിപ്പിക്കുന്നു എന്നാണ് നമ്മൾ എഴുതേണ്ടത്. സൈഡിൽ നമുക്കറിയാം ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡിസ്ട്രിക്ട് ബൗണ്ടറിയാണ്, രണ്ടാമത്തേത് പഞ്ചായത്ത് ബൗണ്ടറി, റെയിൽവേ ലൈൻ ആൻഡ് റിവർ. ഇതിനെയെല്ലാമാണ് നമ്മുടെ മാപ്പിലുള്ള ഓരോ ചിഹ്നങ്ങളും സൂചിപ്പിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ, വിച്ച് മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് റൺസ് പാരലൽ ടു ദ ഭാരതപ്പുഴ റിവർ? ഭാരതപ്പുഴയുമായിട്ട് പാരലലായിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം ഏതാണ്? റെയിൽവേ ട്രാൻസ്പോർട്ടാണ് ഇതിന് ആൻസറായിട്ട് വരുന്നത്. ലിസ്റ്റ് 2 ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യുവർ ഓൺ കൺട്രി. നിങ്ങളുടെ രാജ്യത്തിൻ്റെ 2 ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഹിമാലയൻ മൗണ്ടെയ്ൻസിനെ കുറിച്ച് എഴുതാം, നോർത്തേൺ പ്ലെയിൻ എന്ന് എഴുതാം, പെനിൻസുല പ്ലാറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻസ്, ഇന്ത്യൻ ഡെസേർട്സ് ഒക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇൻഡെക്സിൽ നമുക്ക് ചോദിക്കാവുന്ന കുറച്ച് ചിഹ്നങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, നമ്മളോട് എക്സാമിന് ചിലപ്പോൾ ചോദിച്ചേക്കാം ഈ ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു, അങ്ങനെ ചോദ്യങ്ങൾ വരാം. സോ നമുക്ക് ഓരോ ചിഹ്നങ്ങളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കാം. ഇങ്ങനെ ഒരു ലൈന് തന്നിട്ട് അതിൽ ചെറിയ വിടവുകൾ തന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ബൗണ്ടറിയാണ് സൂചിപ്പിക്കുന്നത്, സംസ്ഥാന അതിർത്തിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി വിടവുകളൊന്നുമില്ലാതെ ഒരു നേർവരയാണ് തരുന്നതെങ്കിൽ അത് ഡിസ്ട്രിക്ട് ബൗണ്ടറി, ജില്ലാ അതിർത്തിയെ സൂചിപ്പിക്കുന്നു. ഇനി റിവറിനെ സൂചിപ്പിക്കാൻ, ഒരു നദിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ ചിത്രം. നാഷണൽ ഹൈവേസിന് സൂചിപ്പിക്കുന്നതാണ് അടുത്തത്. ഇനി റെയിൽ റോഡിനെ സൂചിപ്പിക്കുന്നതാണ് തന്നിരിക്കുന്ന ചിത്രം. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് റെയിൽ റോഡാണ് എന്നുള്ള കാര്യം. ക്യാപിറ്റൽ, തലസ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് സ്റ്റാർ പോലെയുള്ള ചിഹ്നം. ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിനെ സൂചിപ്പിക്കുന്നതാണ് ഒരു കുത്തു പോലെയുള്ളത്, ഒരു ഡോട്ട് പോലെയുള്ളത്. പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർബർ പോലെയുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ഷിപ്പ് എന്നുള്ള ചിത്രം. എയർപോർട്ടിനെ സൂചിപ്പിക്കുന്നതാണ് വിമാനത്തിൽ ഒരു റൗണ്ട് ഇട്ടിട്ടുള്ള ഈ ചിത്രം.
ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുള്ളത്. ഷിപ്പിനെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അത് പോർട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ളതാണ്. എയ്റോപ്ലെയിനെ കണ്ടാൽ തന്നെ മനസ്സിലാക്കണം അത് എയർപോർട്ടിനെ സൂചിപ്പിക്കാനുള്ളതാണ്. ഈ റെഡ് കളറിലുള്ള ലൈനാണ് വരുന്നതെങ്കിൽ അത് സ്റ്റേറ്റ് ഹൈവേസിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ചിത്രമാണ്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. സോഷ്യൽ സയൻസിൽ നിന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്